ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ സീറോ സിവിയുടെ ബേസ് വേരിയന്റ് ആണ്. ഇതിന്റെ ഒരു റിവ്യൂ വീഡിയോ നമ്മൾ റീസെന്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നമുക്ക് ഈ വാഹനത്തിന്റെ യൂസർ എക്സ്പീരിയൻസും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ പുതിയ വണ്ടിയാണ്, എടുത്തിട്ട് ഏകദേശം ഒരു 4-5 ദിവസം ആവുന്നതേ ഉള്ളൂ. നിയർ ബൈ 200 കിലോമീറ്ററിനടുത്താണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. ജോൺ ഫിലിപ്പ് സാറാണ് ഈ വാഹനം എടുത്തിരിക്കുന്നത്. സാറിനെ നമുക്ക് വീഡിയോയിലേക്ക് വിളിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആളുടെ ഒരു എക്സ്പീരിയൻസ്, എന്തുകൊണ്ട് സീറോ സിവിയിലേക്ക് പോയി, ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ടൈം എങ്ങനെയാണ്, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള മാക്സിമം ചോദ്യങ്ങൾ നമുക്ക് ഈ യൂസർ റിവ്യൂവിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. എന്തുകൊണ്ട് സാറ് സീറോ സി വി എടുത്തു, അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. സീറോ സി വി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇ വിയുടെ ഒരു കാലഘട്ടമാണല്ലോ. ഒരു 2016 മുതൽ ഞാൻ ഉപയോഗിച്ചിരുന്നത് ക്രെറ്റ ആനിവേഴ്സറി എഡിഷൻ ആയിരുന്നു, പെട്രോൾ വേരിയൻറ്റ്. അതിന് മൈലേജ് താരതമ്യേന അല്പം കുറവാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഓട്ടവും കുറവായിരുന്നു. പിന്നീട് നമുക്ക് കൂടുതൽ ഓടണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഇ വിയിലേക്ക് മാറി. അതാകുമ്പോൾ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവാണ്, അതുകൊണ്ട് തന്നെ ഇ വിയിലേക്ക് മാറാൻ കാരണം. ഓക്കെ, അത് എന്താ പറയുക, ഇപ്പോൾ ക്രെറ്റ എന്ന വാഹനം ഉപയോഗിച്ച ഒരാളെ സംബന്ധിച്ച് മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നുള്ള ഒരു 15 താഴെയൊക്കെ ആയിരിക്കും ആവറേജ് മൈലേജ് കിട്ടുന്നത്. അതിൽ നിന്ന് ഇ വിയിലേക്ക് മാറിയപ്പോൾ എന്താണെങ്കിലും ഒരു വാവ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് സീറോ സി വി? ഇത് ഞാൻ ഇ വിയെ പറ്റി ചിന്തിച്ചു തുടങ്ങി. പല ഇ വിയുടെയും യൂസർ റിവ്യൂവും വീഡിയോയും ഒക്കെ എടുത്ത് കണ്ടു നോക്കി. അങ്ങനെ പഠിച്ചിരുന്ന അവസാനം ഞാൻ നമ്മുടെ കോസ്റ്റും അതിൻ്റെ ഫീച്ചേഴ്സും എല്ലാം കൂടെ കണക്കൂട്ടി ഞാൻ അവസാനം എത്തിച്ചേർന്നത് പഞ്ച് ഇ വിയിലാണ്. ഓക്കെ, പഞ്ച് ഇ വിയുടെ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ഉണ്ട്, ഒരു 12 ലക്ഷത്തി സംതിങ് വരുന്ന വേരിയന്റ്. അതായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ വണ്ടി പോയി കണ്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു അല്പം കൂടെ കൂടി കൊടുത്ത് അടുത്ത വേരിയന്റിലേക്ക് എത്തി. 12.25. വീണ്ടും ഒരു 75 കൊടുത്തു കഴിഞ്ഞാൽ 13 സംതിങ്ങിന് തൊട്ട് താഴെയുള്ളതിലെത്തി. പിന്നെ ഒരു 30,000 രൂപ കൊടുത്ത ഏറ്റവും ടോപ്പ് വേരിയന്റിലെത്തി. അങ്ങനെ ആ ടോപ്പ് വേരിയന്റ് ഞാൻ ബുക്ക് ചെയ്തു. ഏകദേശം 14 ലക്ഷം രൂപയായിരുന്നു. 14 സംതിങ്, 14.4 ഒരു ലെവലിലായിരുന്നു. അങ്ങനെ അത് ബുക്ക് ചെയ്ത് വണ്ടി കിട്ടാൻ വളരെ താമസം ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ സീറോ സിവിയുടെ അനൗൺസ്മെന്റ് വരുന്നത്. അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിച്ചു. കേട്ടിടത്തോളം പഞ്ചിനെക്കാട്ടിലും ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി, പ്രത്യേകിച്ച് വണ്ടിയുടെ വലിപ്പം. അതായിരുന്നു എനിക്ക് മെയിനായിട്ടുള്ള കൺസെപ്റ്റ്. പഞ്ചിൽ ബാക്കിലെ സീറ്റ് അല്പം ശരിയാണ്, ബാക്കില് സൗകര്യം കുറവാണ്. പക്ഷെ അത് നോക്കുമ്പോൾ ഇത് വളരെ സൗകര്യമുള്ള വണ്ടിയാണ്. പിന്നെ ബാക്കി എല്ലാം കൊണ്ട് നോക്കുമ്പോഴും എനിക്കിത് നന്നായിട്ട് തോന്നി. അത് ഉടനെ തന്നെ ഇത് ബുക്ക് ചെയ്തു. എന്നിട്ട് ആദ്യം വണ്ടി ഇറങ്ങുന്നത് ഇതാണ്. ടാറ്റ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തോ? ഇതുവരെ ക്യാൻസൽ ചെയ്തിട്ടില്ല ബുക്കിംഗ്. കാരണം എന്റെ പരിചയത്തിൽപ്പെട്ട വേറൊരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്റെ വണ്ടി ആദ്യം വരുവാണെങ്കിൽ അത് അവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഇതുവരെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ 101% ഞാൻ ഇതിൽ ഹാപ്പിയാണ്. പിന്നെ വണ്ടി എടുത്ത് അവരുടെ ആ 150 വണ്ടി ഒന്നിച്ച് മെഗാ ഡെലിവറി, ആ പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം വളരെ നന്നായിരുന്നു. പിന്നെ ഇപ്പൊ ആകെ ഒറ്റ പ്രാവശ്യം ഞാൻ ചാർജ് ചെയ്തിട്ടുള്ളൂ. വെറും 150 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു യൂസർ റിവ്യൂ എന്നുള്ള രീതിയിൽ പറയാറായിട്ടില്ല. എന്നാലും 100% ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഒരു 15, സാറിന് എത്രയായിരുന്നു മൊത്തം ഓൺ റോഡ് പ്രൈസ് വന്നത്? മൊത്തം എനിക്ക് ഏകദേശം 16 ലക്ഷം രൂപ. 16 ലക്ഷം രൂപയിൽ 2 വർഷത്തെ എക്സ്റ്റൻഡ് വാറന്റി ആഡ് ചെയ്തു. പിന്നെ ആക്സസറീസ് ആയിരിക്കും ഒരു 30,000 രൂപയുടെ ആക്സസറീസ്. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് 16 ലക്ഷം രൂപ. 16 ലക്ഷം രൂപ എടുത്ത് വന്നത്. സാർ അത് റെഡി പേയ്മെന്റ് ആണോ ചെയ്തത്, അതോ ലോൺ EMI? ലോണുണ്ട്, ഒരു 6 ലക്ഷം ലോണും ബാക്കി റെഡി പേയ്മെന്റും ആണ്. ഓക്കെ, അത് ലോൺ കാര്യങ്ങളെല്ലാം ഷോറൂമിൽ നിന്ന് തന്നെ അവർ അറേഞ്ച് ചെയ്ത് തന്നിരുന്നു. ഞങ്ങൾ പുറത്ത് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, പുറത്ത് ചെയ്യുന്ന ആള് നമ്മുടെ റിലേറ്റീവ് ഉണ്ടായിരുന്നു, പുള്ളി തന്നെ ഇത് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു തരികയാണ് ചെയ്തത്. അതിപ്പോ അവര് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ ഒരാളുള്ളതുകൊണ്ട് ചെയ്തു എന്ന് മാത്രം. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആണ് അവര്. ഈ കിയയുടെ ഷോറൂം എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും നല്ല സപ്പോർട്ടിങ് ആണ് എല്ലാ കാര്യം. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയേണ്ടത്, ഈ പെട്രോൾ വാഹനത്തിൽ നിന്ന് ഒരു EV യിലേക്ക് മാറിയപ്പോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര വ്യത്യാസമുണ്ട്. വളരെ സുഖം. ഒരു സൗണ്ടോ ഒരു ഡിസ്റ്റർബൻസോ ഒന്നുമില്ല. നമുക്കൊരു നമ്മുടെ ഗസ്റ്റ് റൂമിൽ, നമ്മുടെ ഡ്രോയിങ് റൂമിലിരുന്നിട്ട് ഒരു സെറ്റിയിലിരിക്കുന്ന ഒരു ഫീലിൽ നമുക്കിതിലിരുന്ന് യാത്ര ചെയ്യാം. വണ്ടി അനക്കമില്ല, സസ്പെൻഷൻ സൂപ്പർ.
വണ്ടി അനക്കമില്ല, വളരെ സ്മൂത്തായിട്ട് ഓടുന്നു, ഒരു സൗണ്ടോ ഡിസ്റ്റർബൻസോ ഒന്നുമില്ല. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട്. നന്നായി. ഇപ്പൊ ഇതിനകത്ത് ഒരു കുറവെന്ന് പറയാൻ പറ്റും നമ്മുടെ റിവേഴ്സ് ക്യാമറയാണ്. അത് പക്ഷേ ഷോറൂമിൽ നിന്ന് അവർ ചെയ്തു തരാമെന്ന് പറയുന്നത്. അത് ബേസ് ചെയ്തിട്ട് ഇതുകൊണ്ട് റിവേഴ്സ് ക്യാമറ ഇല്ല. റിവേഴ്സ് ക്യാമറ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്സസറീസ് ആയിട്ട് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വേരിയന്റ് ആണ് പർട്ടിക്കുലർലി നോക്കിയത്, അതോ ഇതിന്റെ മറ്റു വേരിയന്റുകൾ? ഇല്ല, ഞാൻ ഈ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഇതിനെ പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വേരിയന്റ് H2X എന്ന് പറയുന്നത്. HTX വേരിയന്റ്. HTX ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട വേരിയന്റ്. ഞാൻ ആദ്യം ബുക്ക് ചെയ്തിരുന്നു അതാണ്. പിന്നെ ഇതിന്റെ പ്രൈസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ച ഫണ്ടിനെക്കാട്ടും കുറച്ചും കൂടെ മുകളിൽ ഏകദേശം ഈ വേരിയന്റ് 3.5 ലക്ഷം രൂപ വ്യത്യാസം വരും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ തന്നെയുണ്ട്. അപ്പൊ പിന്നെ അഡീഷണൽ നമ്മൾ ഒരു 2.5 ലക്ഷം 3 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്തത്. അപ്പോൾ ഒരു കണക്കിന് ഇപ്പൊ നോക്കുമ്പോൾ അത് നന്നായി എന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഒരു സാധാരണക്കാരന് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ലോഡഡാണ്. പിന്നെ യൂത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള അത് അവർക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോ സീനിയർ സിറ്റിസൺ ആണ്, നമുക്ക് കാമാൻ കോയറ്റായിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യണം, അതിനുള്ള ധാരാളം സൗകര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. സർ, ഈ ഒരു വേരിയന്റിൽ ഈ പ്രൈസ് റേഞ്ചിൽ സാറ് എക്സ്പെക്ട് ചെയ്തിരുന്ന വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സിനകത്ത് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ ആകെപ്പാടെ തോന്നിയിട്ടുള്ളത് ഇതിൽ വേണമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളതും എനിക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള ഇതിന്റെ ക്രൂയിസ് കൺട്രോളാണ്. ക്രൂയിസ് കൺട്രോൾ ഇതിലില്ല. ഇതിന്റെ ജസ്റ്റ് മുകളിലത്തെ വേരിയന്റ് HTX+ എന്ന് പറഞ്ഞ വേരിയന്റിൽ ഉണ്ട്. ക്യാമറയും വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോളും വരുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 ലക്ഷം രൂപ കൂടുതലും മുടക്കണം. നമുക്ക് ഈ ലോക്കലി ഓടുന്നതിന് അതിന്റെ ആവശ്യമില്ല, അല്ല ഹൈവേ ലോങ് ട്രിപ്പ് പോകുമ്പോൾ മാത്രമേ അതിന്റെ ആവശ്യം വരുന്നു. പക്ഷെ അത് ഭയങ്കര കൺവീനിയന്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് വളരെ യൂസ് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. ഉണ്ടായിരുന്നു. അല്ല, ക്രെറ്റയിൽ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ആ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഈവൻ നമ്മുടെ സ്കൂട്ടറിൽ ഞാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ പോലും ഉണ്ട്. അപ്പൊ അത് ഓടിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്, മൈലേജിലും വ്യത്യാസമുണ്ട്. ഒരു ക്രൂസ് കൺട്രോൾ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു 70-80 ആ റേഞ്ചിലൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നല്ല റേഞ്ചും കിട്ടും, സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഇതിപ്പോ എടുത്തിട്ട് റേഞ്ച് ടെസ്റ്റിന്റെ ഒന്നും സമയം ആയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മളിപ്പോ 85% ഒക്കെയാണ് ഇതിനകത്ത് ചാർജ് ഉള്ളത്. അതിൽ തന്നെ 320 കിലോമീറ്ററോളം ഓടാനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു 100% മിനിമം 360 to 380 കിലോമീറ്റർ തീർച്ചയായിട്ടും 350-400 ഇടയ്ക്ക് കിട്ടുമെന്നുള്ള ഉറപ്പാണ്. ഓക്കെ. പിന്നെ സാറ് വീട്ടിൽ ഒരു പ്രാവശ്യമാണ് ഇത് ചാർജ് ചെയ്ത് നോക്കിയത്? ഇതുവരെ പ്രാവശ്യം ചാർജ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അതേപോലെ കൂടുതൽ ഓടിയിട്ടില്ല, ഒരു 150 കിലോമീറ്റർ സംതിങ് ഇതുവരെ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അതിനുശേഷം ഇതിനെപ്പറ്റി ഏതായാലും ചാർജിങ്ങിൽ എനിക്കിപ്പോ ഞാൻ വാൾ മൗണ്ടഡ് ചാർജ് വാങ്ങിയിട്ടില്ല. എനിക്ക് വേണ്ട ചാർജർ 7.something ചാർജറാണ് എനിക്ക് 7.7 AC ചാർജർ നമുക്ക് കിട്ടും ആവശ്യമുള്ളത്. കാരണം അത് അവിടെ സ്റ്റോക്കില്ലായിരുന്നു. അവരിപ്പോ വണ്ടിയുടെ കൂടെ കൊടുക്കുന്നത് 11.something ആണ്. പക്ഷെ അത് എനിക്ക് 3 ഫേസ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ 7.something ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിയുമ്പോൾ അത് അവർ ഇൻസ്റ്റാൾ ചെയ്ത് തരും. പക്ഷെ ഇപ്പൊ തൽക്കാലം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മള് നോർമൽ പ്ലഗ് ഉപയോഗിക്കുന്ന വണ്ടിയിൽ കൊണ്ടുനടക്കുന്ന ചാർജറാണ്. അത് ഉപയോഗിച്ച് ടൈം ഞാൻ പ്രത്യേകം ചെക്ക് ചെയ്തിട്ടില്ല. എന്നാലും ഒരു 33% മുതൽ 100% ഞാൻ ഒരു ദിവസം ചാർജ് ചെയ്ത് നോക്കി. അത് ഏകദേശം ഒരു 12 മണിക്കൂർ സംതിങ് ആണ് ചാർജിങ്ങിന് വന്നത്. അപ്പൊ വൈകുന്നേരം കുത്തിയിട്ട് കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോഴത്തേക്കും ഫുൾ ചാർജ് ആവും. കാരണം നമ്മൾ സീറോ ആക്കിയിട്ടല്ല ചാർജ് ചെയ്യുന്നത്. അതിന് ഏകദേശം ഒരു 50% ചാർജ് ഈ ചാർജറിൽ ഇട്ടാൽ പോലും രാവിലെ ആവുമ്പോഴത്തേക്കും ഫുൾ ചാർജ് ആവുന്നുണ്ട്. പിന്നെ വീട്ടിൽ സോളാർ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. സോളാർ നമുക്ക് വെക്കാൻ പറ്റുന്നില്ല, PCBിലി ടെസ്റ്റില് ഫെയിലായി. അതുകൊണ്ട് ട്രാൻസ്ഫോമർ ഫുള്ളായി പോയി. അതുകൊണ്ട് നമുക്കിപ്പോ കിട്ടൂല. ഇനി ട്രാൻസ്ഫോമർ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ട്രൈ ചെയ്യുന്നുണ്ട്, KCB ചെയ്തു തന്നാൽ ഓക്കെ. അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ നമ്മൾ നോർമൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 7 രൂപ 8 രൂപ വെച്ചൊക്കെ ആയിരിക്കും. പ്രൈസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് ലാഭമായിരിക്കും. കാരണം ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 6 രൂപ സംതിങ്ങേ വരുന്നുള്ളൂ. അതിപ്പോ എങ്ങനെ നോക്കിയാലും നമുക്ക് റണ്ണിംഗ് കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 1 രൂപ സംതിങ് കിലോമീറ്ററിൽ വരുവുള്ളൂ. കറക്റ്റൊക്കെ 8 രൂപ വന്നിരുന്ന ഒരാളെ സമയത്ത് 1 രൂപ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ എക്കണോമിക്കലായിട്ട് കൊണ്ടു നടക്കുന്നത്. നമുക്ക് എവിടെ പോകണമെങ്കിലും വേണ്ടി ധൈര്യമായിട്ട് എടുത്തോണ്ട് പോകാം. ഫ്യൂവലിന്റെ കാര്യത്തെ പറ്റി ചിന്തിക്കുക പോലും വേണം. ഓക്കെ. പിന്നെ ഇപ്പൊ ചാർജിങ് സ്റ്റേഷനുകളാണെങ്കിലും എല്ലായിടത്തും കിയയുടെ ആപ്പ് എന്തെങ്കിലും ഉണ്ടോ? ചാർജിങ് ആപ്പ് ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. കാരണം ഈ ചാർജിങ്ങിന്റെ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവര് ഇതിന്റെ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കും. രജിസ്റ്റർ ചെയ്തിട്ടില്ല, TP-യിലാണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഫാൻസി നമ്പർ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ TP എടുത്തത്. അപ്പൊ അടുത്ത ആഴ്ച പുതിയ ലിസ്റ്റ് വരുമ്പോ അതിൽ നിന്ന് നമുക്ക് പറ്റിയ നമ്പർ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ കിട്ടുന്ന നമ്പർ നമുക്ക് ഇത് വെച്ച് യൂസ് ചെയ്യാമല്ലോ. അതിനുശേഷമേ നമുക്ക് ഈ ആപ്പിലേക്ക്
രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ആപ്പിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരുടെ ചാർജിങ് സ്റ്റേഷൻസും പോയിന്റുകളും കാര്യങ്ങളും എല്ലാം പോലെ നമ്മുടെ ഈ ടൗണിൽ തന്നെ 4-5 ഉണ്ട്. 4-5 ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ പല ആളുകളും ലോങ് ഡ്രൈവ് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചാർജറിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു 5GB നോക്കിയിരുന്നു. പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ശരിക്കും നമുക്ക് വിൻസർ വരുന്നുണ്ട്. കുറച്ചും കൂടി പ്രൈസ് ആഡ് ചെയ്യുകയാണെങ്കിൽ പുതിയ ഈ വിറ്റാര അവൈലബിൾ ആണ്. പിന്നെ നെക്സോൺ EV വരുന്നുണ്ട്. അതെന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ നോക്കിയിരുന്നു? ഞാൻ എല്ലാ വണ്ടിയും ഓടിച്ചു നോക്കി. പക്ഷേ നമ്മുടെ പ്രൈസും വണ്ടിയുടെ ഫീച്ചേഴ്സും ലുക്കും എല്ലാം കൂടെ നോക്കി കഴിയുമ്പോൾ ഇതിനെ വെല്ലാൻ വേറെ വണ്ടിയില്ല എന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. ഓക്കെ. ശരി. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പൊ ഇത്രയും വലിപ്പമുള്ള ഒരു വലിയ വാഹനം, അതായത് അതുപോലെ തന്നെ ലോഡറായിട്ടുള്ള ഒരു വാഹനം നമുക്ക് ഇതിനെ പറയാം. പഞ്ച് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചിന്റെ ടോപ്പ് വേരിയന്റ് വന്നു കഴിയുമ്പോൾ എല്ലാ ഫീച്ചേഴ്സ് ഇതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ വണ്ടി വലിപ്പം കുറവാണ്. പുറകിലത്തെ ട്രാവലേഴ്സിന് സൗകര്യക്കുറവുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതങ്ങനെയില്ല. ബാക്കിലാണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ഇനിയിപ്പോ ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ലൈഡിംഗ് സീറ്റിന്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കും. പിന്നെ നമുക്ക് അത്ര നെസസറി ആണെങ്കിൽ മാത്രം അങ്ങനെ ഫീച്ചേഴ്സിലേക്ക് പോകുക എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഉപയോഗത്തിൽ ധാരാളമാണ്. ഓക്കെ. മോർ ദാൻ ഇനഫ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ നമ്മള് മിസ്സിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫീച്ചർ ചോദിച്ചു. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഫീച്ചർ എന്താണ്? ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുറച്ച് നാളെ ഓടിച്ചിട്ടുള്ളൂ. 150 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഫീച്ചേഴ്സിനെ പറ്റിയൊന്നും പറയാറായിട്ടില്ല. എന്നാൽ തന്നെ നമുക്ക് മൊത്തത്തിൽ ഈ വണ്ടി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതിൽ എടുത്തു പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഡ്രൈവിംഗ് കംഫർട്ട് വളരെ കംഫർട്ടബിൾ ആണ് വണ്ടി ഓടിക്കാൻ. അപ്പോൾ എസ്പെഷ്യലി സസ്പെൻഷൻ. പിന്നെ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 12 ഇഞ്ചിന്റെ സ്ക്രീൻ, മ്യൂസിക് എൻജോയ് ചെയ്യാനും ഒക്കെ വളരെ സൗകര്യമുള്ളതാണ്. ഇതിപ്പോ കാര്യം എനിക്ക് തോന്നുന്നു ഇതിന്റെ പെട്രോൾ സിറോസിന്റെ HTX വേരിയന്റിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ബേസ് വേരിയന്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് ബേസ് മുതൽ ടോപ്പ് വരെ എല്ലാ വേരിയന്റിലും സിമിലർ സ്ക്രീൻ തന്നെയാണ് വരുന്നത്. ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ ലുക്ക് കാര്യങ്ങളെല്ലാം എക്സാക്ട് സിമിലർ ആണ്. അത്യാവശ്യം ചെറിയ ചെറിയ ഫീച്ചേഴ്സിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. അതാണ് ഔട്ട്സൈഡ് ലുക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ഈ വണ്ടിക്ക് എടുത്ത് പറയേണ്ട കാര്യം. ബേസ് വേരിയന്റ് ആണോ ടോപ്പ് വേരിയന്റ് ആണോ ഔട്ട്സൈഡ് എല്ലാം ഒറ്റ ലുക്ക്. പെട്ടെന്ന് അങ്ങനെ നമുക്ക് മനസ്സിലാവുക കാര്യങ്ങൾ. ഈവൻ പെട്രോൾ വേരിയന്റ് ആയിട്ടുള്ള ഐഡന്റിക്കൽ ആയിട്ട് തന്നെയാണ് വാഹനം നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ പെട്രോൾ വേരിയന്റ് എനിക്ക് തോന്നുന്നു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ടോപ്പ് എൻഡിന് 18 ലക്ഷം രൂപയുടെ അടുത്തെങ്ങാണ്ടാണ് സെറോസിന് പ്രൈസ് വരുന്നത്. പെട്രോൾ ടോപ്പ് എൻഡിന് ഏകദേശം 16 സംതിങ് എക്സ് ലൈനൊക്കെ വരുന്നുണ്ട്. ആ ബഡ്ജറ്റിന് പക്ക വെർത്തായിട്ടുള്ള EV കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണ്. പിന്നെ കിയ എന്തോ ബൈബാക്ക് ഗ്യാരണ്ടിയുടെ പ്രോമിസ്. ബൈബാക്ക് ഗ്യാരണ്ടി അതിന് ചെയ്തിട്ടില്ല. അതിനെന്തോ അവരുടെ രജിസ്റ്റർ ചെയ്യണമെന്ന് തോന്നുന്നു. ഓക്കെ. അതില് ചില കണ്ടീഷൻസ് പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല. എന്നാലും ആദ്യമേ കേട്ട കണ്ടീഷൻസ് തന്നെ 10,000 കിലോമീറ്റർ 30,000 കിലോമീറ്റർ 3 വർഷത്തേക്ക് അത് നമുക്ക് അതിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ദിവസം നിസ്സാര കിലോമീറ്റർ നമുക്ക് 10,000 കിലോമീറ്റർ 1000 കിലോമീറ്റർ ഒരു മാസം നമുക്ക് ഓടാനായിട്ട് പറ്റില്ല. പിന്നെ ആ ഒരു കണ്ടീഷൻസ് കേട്ട് ബാക്കി കണ്ടീഷൻസ് ഒന്നും ചോദിച്ചില്ല. അല്ലെങ്കിലും പിന്നെ നമ്മളൊരു ബൈബാക്ക് എന്ന് പറയുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കുന്നില്ല. ഈ വണ്ടി ഇപ്പൊ നമ്മുടെ അവസാനം വരെ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത്രയും കംഫർട്ടബിൾ ഉള്ള വണ്ടിയാണ്. ഇടയ്ക്ക് ചേഞ്ച് ചെയ്യണം എന്നൊരു മൈൻഡ് ഇതുവരെ വന്നിട്ടില്ല നമുക്ക്. അതുകൊണ്ട് അതിലേക്ക് ചിന്തിച്ചിട്ടില്ല. ഓക്കെ. ഇപ്പൊ ഒരു പെട്രോൾ വണ്ടി എന്ന് ഒരാൾ ഒരു EV-യിലേക്ക് മാറുമ്പോൾ എന്താണെങ്കിലും പിന്നെ അത് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പലർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇഞ്ചിയോൺ കിയയുടെ ഷോറൂം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു. അവരുടെ ആ ഒരു 150 കാർസ് ഡെലിവറിയിലാണ് ഈ വാഹനവും ഡെലിവറി എടുത്തത്. അതിന്റെ ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ മാർക്കറ്റ് ചെയ്തിരുന്നു. എങ്ങനെയുണ്ട് ഇഞ്ചിയോൺ കിയയുടെ ഷോറൂം എക്സ്പീരിയൻസ്? അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പ്രത്യേകിച്ചും മറ്റൊരു കാറിന്റെ ഷോറൂമിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മൾ ആദ്യം ചെന്നതും മുതൽ അപ്പോൾ എപ്പോഴും കോൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സെക്ഷനിലും സെപ്പറേറ്റ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. അവരുടെ നമ്പർ അവർ ആദ്യമേ ഇട്ട് തന്നിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന ആളെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം റെസ്പോണ്ട് ചെയ്യും അവർ. വളരെ വളരെ സപ്പോർട്ടീവാണ്. ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ അവരുടെ ആ മെഗാ ഡെലിവറി എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഉഗ്രം പരിപാടിയായിരുന്നു. ഹയാത്തിൽ വെച്ച് നടത്തിയിരുന്ന പരിപാടി എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. കിയയുടെ കൊറിയെന്നും എൻ്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും വളരെ കലാപരിപാടികളായിട്ടും അതിന്റെ ലൊക്കേഷനായിട്ടും എല്ലാം കൊണ്ടും അടിപൊളി പരിപാടിയായിരുന്നു. ഓക്കെ.
പിന്നെ നമുക്കിപ്പോ ഇതിന്റെ സർവീസ് ഇന്റർവെൽസ് എങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഇത് ഫസ്റ്റത്തെ സർവീസ് 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം. അത് കഴിഞ്ഞിട്ട് പിന്നെ 10,000 കിലോമീറ്ററിലാണ്. ഓക്കെ. പിന്നെ ഇതിന് സർവീസ് എക്സ്പെൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ അതിന്റെ ഡീറ്റെയിൽ അറിയില്ല, ഇതുവരെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടുമില്ല. കാരണം യൂഷ്വലി EVക്ക് അധികം സർവീസ് ചാർജ് വരാറില്ല, എക്സ്പെൻസ് വരാറില്ല. ഇപ്പോ മറ്റേത് വാഹനങ്ങളാണെങ്കിൽ മിനിമൽ ആയിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സർവീസ് ഒന്നുമില്ല, ജസ്റ്റ് ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനുശേഷം പിന്നത്തേലാണ് എന്തെങ്കിലും ഓയിൽ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അതൊന്നും കൂടുതൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം കിയ പോലൊരു ബ്രാൻഡ് ബുദ്ധിമുട്ടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്റെ വീട്ടിൽ വേറെ സെൽറ്റോസ് ഉപയോഗിക്കുന്നത്, ബ്രദർ സെൽറ്റോസ് ആണ് ഉപയോഗിക്കുന്നത്. അതിനെ പറ്റി മൊത്തത്തിൽ നല്ല അഭിപ്രായമാണ്. സാർ ബുക്ക് ചെയ്ത് മൂവാറ്റുപുഴ വാടകത്തുള്ള ഷോറൂമിലാണ് ബുക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് വാറണ്ടി പറയുന്നത് 15 കൊല്ലം ആണ്. വാഹനത്തിനല്ല, ബാറ്ററിക്ക്. അത് ഈ 42 കിലോ വാട്ടിനും സിമിലർ ആയിട്ട് തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്? സിമിലർ ആയിട്ട് തന്നെ എല്ലാ സിമിലർ ആണ്. അതായത് ലൈഫ് ടൈം വാറണ്ടി 15 കൊല്ലം അല്ലെങ്കിൽ ലൈഫ് ടൈം വാറണ്ടി. വാഹനത്തിലേക്ക് വന്നാൽ എനിക്കൊന്നും 3 years അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തു കഴിഞ്ഞാൽ 5 years അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ആണ് വരുന്നത്. അപ്പൊ പിന്നെ വാറണ്ടി ഒന്നും ചിന്തിക്കേണ്ട. 5 കൊല്ലത്തേക്ക് വാഹനം നമുക്ക് എന്താ പറയാ, ഒരു ഹാസിൽ ഫ്രീ ആയിട്ട്, ടെൻഷൻ ഫ്രീ ആയിട്ട് കൊണ്ടു നടക്കാനും തീർച്ചയായും പറ്റും. ഓക്കെ. അപ്പോ എനിവേ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ ന്യൂ കാർ. അപ്പോ ഇനിയും കുറെ ദൂരങ്ങൾ ഈ Zero CVയിൽ പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ EV ആണ് അധികം ആൾക്കാർ ലോങ് ഡ്രൈവ് ഒക്കെ ആദ്യം പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആൾക്കാർ ഇപ്പോ ശരിക്കും ഒന്ന് പ്ലാൻ ചെയ്ത് EV കൊണ്ട് ലോങ് ഡ്രൈവ് ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ പോകുന്നുണ്ട്. ഈവൻ നമ്മുടെ ടിയാഗോ ചെറിയ റേഞ്ച് കിട്ടുന്ന വാഹനം കൊണ്ട് ഒരാളുകൾ ലോങ് റൈഡൊക്കെ പോകുന്നുണ്ട്. കേരളത്തിൽ യാത്ര ചെയ്യുന്നതിന് പ്ലാനിങ്ങിന്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പ്ലാൻ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ. പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് പ്ലാൻ ചെയ്താൽ മതി. അതായത് ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന സമയത്ത്, അതായത് DC ഫാസ്റ്റ് ചാർജിങ് ആണ് എല്ലാ അത്യാവശ്യം. ഇപ്പൊ കേരളത്തിന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ നിർത്തുന്ന ഒരു എല്ലാ ചാർജിങ് സ്ഥലങ്ങളിലും ചാർജിങ് പോയിന്റുകൾ വന്നു തുടങ്ങി. അപ്പോൾ അവിടെ ചെല്ലുക, കുത്തിയിടുക, 20 മിനിറ്റ് നമ്മൾ ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു 300 കിലോമീറ്റർ ഓടാനായിട്ടുള്ള റേഞ്ച് ഇതിനകത്ത് ബാക്കി. 10 to 80% ആവാനായിട്ട് 39 മിനിറ്റ് മതി. അതെ. ഈ AC ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ കൂടി നമുക്ക് 4 hours കൊണ്ട് ഫുൾ ചാർജ് ആവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സോളാറൊക്കെ വെച്ച് എല്ലാം റെഡിയായി ലോങ് റൈഡൊക്കെ പോകട്ടെ, മാക്സിമം വാഹനം ഓടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു അഗെയിൻ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇതാണ് Zero CVയുടെ യൂസർ റിവ്യൂ. വളരെ കുറച്ച് മാത്രം ഓടിയൊരു വാഹനമാണ്. നമ്മളുടെ സാറ് റിവ്യൂ ചെയ്യാൻ, അതായത് യൂസർ റിവ്യൂവിന് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു പരിപാടിയിലേക്ക് തിരിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. Zero CVനെ കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാനായിട്ടുണ്ട് എങ്കിൽ കമൻസിൽ രേഖപ്പെടുത്താം. നമ്മൾ അതിൻ്റെ റിപ്ലൈ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ Zero CV ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇൻജുവൻ കിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. സാറ് പറഞ്ഞ പ്രകാരം കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡീലറാണ് ഇൻജുവൻ കിയ. ഗ്ലോബലി തന്നെ കിയയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡീലറും ഇൻജുവൻ കിയ തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.